നമസ്കാരം. ഗൃഹസഖിയുടെ പുത്തൻ നിറക്കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഗൃഹസഖിയിൽ ഇന്ന് ആദ്യം അതിഥി എന്ന സെഗ്മെന്റ് ആണ്. നമുക്കെല്ലാം ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകളിലൂടെയെല്ലാം ജീവിതത്തെ നോക്കിക്കണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിൽ ഉന്നതിയിലെത്തി നിൽക്കുന്ന സ്ത്രീകളെയാണ് അതിഥി എന്ന സെഗ്മെന്റിലൂടെ ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ അതിഥി ആരാണെന്ന് അറിയണ്ടേ? ഗൃഹസഖിയുടെ ഇന്നത്തെ എപ്പിസോഡ് ശ്രീമതി സുഗതകുമാരി ടീച്ചർ സ്ഥാപിച്ച അഭയ ഗ്രാമത്തിലാണ്. അപ്പോൾ അഭയ ഗ്രാമത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ലക്ഷ്മി ദേവി ഇന്ന് നമ്മുടെ ഉണ്ട്. സ്വാഗതം ചേച്ചി. അപ്പോൾ ശരിക്കും അഭയഗ്രാമത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഭൂരിഭാഗവും മെന്റൽ ഹെൽത്ത് കെയറിനുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ വളരെ മനോഹരമായ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ശരിക്കും എന്താണ് മെന്റൽ ഹെൽത്ത് കെയറിന്റെ ഹെൽത്ത് പേഷ്യൻസ് ആണ് ഇവിടെ ഭൂരിഭാഗം എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് തരം പ്രവർത്തനങ്ങളാണ് അഭയഗ്രാമത്തിന്റെ ഈ കേന്ദ്രത്തിലുള്ളത്? പ്രധാനമായിട്ടും 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് മിത്ര എന്ന പേരിലൊരു ആശുപത്രി, അതൊരു പ്രോപ്പർ മെന്റൽ ഹോസ്പിറ്റലാണ്, മെന്റൽ ഹെൽത്ത് സെന്റർ. അത് എല്ലാത്തരം മാനസിക രോഗങ്ങൾക്കുമുള്ള ചികിത്സയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അത് മാത്രമല്ല ഒരു ഡി അഡിക്ഷൻ സെന്റർ. അതായത് ഇപ്പോൾ മദ്യം, മയക്കുമരുന്ന് തുടങ്ങി എല്ലാത്തരം ഇതിന് മയക്കുമരുന്നുകളോടും അതിനെതിരായിട്ടുള്ള ചികിത്സയും നമ്മൾ കൊടുത്തു വരുന്നു. പാവപ്പെട്ട രോഗികളും അല്ലാത്ത രോഗികളും ഇവിടെ വരാറുണ്ട്. അപ്പം ശരിക്കും മാഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് ഡയറക്ടറും എന്നതിലുപരി മാഡം ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടുത്തെ മെന്റൽ പേഷ്യൻസിന് മാഡത്തിന്റെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ അവർ എന്തായാലും, അല്ലെങ്കിൽ മാഡത്തിന്റെ ഒരു സൂപ്പർവിഷൻ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്തായിരുന്നു മാഡത്തിന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മാഡത്തിന്റെ പ്രാക്ടീസുകൾ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? മാഡം പഠിച്ചിറങ്ങിയത് മുതലുണ്ടായിരുന്ന മാഡത്തിന്റെ എക്സ്പീരിയൻസ്? പഠിച്ചിറങ്ങിയത് ഞാൻ ബി എ തൊട്ട് ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത്. അപ്പോൾ തൊട്ടുള്ള പഠിത്തത്തിൽ ഉള്ള എനിക്ക് തോന്നുന്നു അതിന്റെ എക്സ്പോഷർ സഹായിച്ചു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കുറച്ചധികം വർഷം പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഡോക്ടർ കൃഷ്ണപ്രസാദ് ശ്രീധറിന്റെ കീഴിൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ പലതരത്തിലുള്ള പേഷ്യൻസിനെ കാണാനുള്ള അവസരം ലഭിച്ചു. അത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ കരുതുന്നു. മാത്രമല്ല ഒരു ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ SUTയിൽ കുറേ വർഷം വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടായി. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നപ്പോഴത്തേക്കും ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റായി ആശുപത്രി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി. അപ്പോൾ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് എന്നതിലുപരി അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തക എന്നതിലൊക്കെ ഉപരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈഡും കൂടിയാണ് മാഡത്തിന്. മാഡത്തിന്റെ രക്തത്തിൽ കവിതയുണ്ട്. അതായത് ശ്രീമതി സുഗതകുമാരി ടീച്ചറിന്റെ മകളാണ്. അപ്പോൾ ഒത്തിരി അധികം നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾക്ക് രചന നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിനെ കുറിച്ച് എന്താണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല മാഡം. അപ്പോൾ മാഡം പ്രസിദ്ധീകരിച്ച ഈ കവിതാ സമാഹാരങ്ങളെ കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ മാഡം? 3 കവിതാ സമാഹാരങ്ങളാണ് ഇതുവരെ പുറത്തിറക്കിയിട്ടുള്ളത്. ഇരുൾ ചിന്തുകൾ, മേഘജ്വാല, ഉപ്പുപാവകൾ. 1-2 എണ്ണത്തിന് ചില അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകളാണ് മാഡം കിട്ടിയിട്ടുള്ളത്? ആദ്യത്തെ പുസ്തകത്തിന്
കുഞ്ചുപിള്ള അവാർഡ് എന്ന് പറഞ്ഞ ഒന്ന്, പിന്നെ ലളിതാംബിക അന്തർജനം യുവ സാഹിത്യ അവാർഡ്, അത് എനിക്ക് തോന്നുന്നു മേഘജ്വാലയ്ക്കാണെന്ന് തോന്നുന്നു. ഉപ്പുപാവകൾ ഈയിടെ ഇറങ്ങിയ പുസ്തകമാണ്. അതൊരു എന്താണ്, ഒരു ഫസ്റ്റ് ടൈം റൈറ്ററിന് ഫസ്റ്റ് ബുക്കിന് തന്നെ കിട്ടുക, അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു ടേസ്റ്റിന്റെ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മലയാളത്തിൽ മാത്രമേ എഴുതാറുള്ളൂ മാഡം? മലയാളത്തിലേ എഴുതാറുള്ളൂ. ഇംഗ്ലീഷിൽ കവിത എഴുതാനുള്ള വിവരമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓ, മലയാളത്തിൽ കൂടുതൽ മിടുക്കിയായതുകൊണ്ട് എന്ന് പറയണം തീർച്ചയായിട്ടും. പിന്നെ പാട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഒരു ആൽബം മാഡം, ഈസ്റ്റ് കോസ്റ്റ് ആൽബം ഇറങ്ങിയിട്ടുണ്ട്, നിഴലിനും സുഗന്ധം എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് പാട്ട് വളരെ ഇഷ്ടമുള്ള ഒരു, പാടാൻ വലിയ കഴിവില്ലെങ്കിലും പാട്ട് എഴുതാൻ എനിക്ക് എന്തോ വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ചില CD-കളിലൊക്കെ ഒരു 2-3 പാട്ട് വീതം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതിയ പാട്ടുകൾ ഒരു CD ആക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന് എന്നെ ഏറ്റവും സഹായിച്ചത് ഈയിടെ കടന്നുപോയ മഹാനായ സംഗീത സംവിധായകൻ ശ്രീ MG രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിലാണ് ഈ പാട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. അത് ശ്രീ വേണുഗോപാലും മഞ്ജരിയുമാണ് പ്രധാനമായിട്ടും അതിൽ പാടിയിരിക്കുന്നത്. ഓക്കെ, അത് ശരിക്കും ഒരു വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ മാഡത്തിന്റെ ഏതെങ്കിലും ഒരു കവിത നമുക്ക് പാടിത്തരാവോ, ചൊല്ലിത്തരാവോ അറ്റ്ലീസ്റ്റ്? ഈ കവിതയുടെ പേര് കാറ്റുപാട്ടെന്നാണ്. തരുണനാമൊരു കാറ്റുമുല്ലക്കുടിൽ ചാത്തിലൊരു മാത്ര എന്തേ ഒളിച്ചു. തരുണനാമൊരു കാറ്റുമുല്ലക്കുടിൽ ചാർത്തിലൊരു മാത്ര എന്തേ ഒളിച്ചു. ഇളമുളം തണ്ടൊടിച്ചതിലൂടെ മധുരമായി പ്രിയരാധ തൻ പേർ വിളിച്ചു. കുപിതനാമൊരു കാറ്റുമരം പിഴുതെടുത്തൊരു താണ്ഡവത്തിൽ വധിച്ചു. സതി തന്റെ ജഡമേന്തിടും കാലകാലന്റെ അതിഘോര രൂപം ധരിച്ചു. സതി തന്റെ ജഡമേന്തിടും കാലകാലന്റെ അതിഘോര രൂപം ധരിച്ചു. തരുണനാമൊരു കാറ്റുമുല്ലക്കുടിൽ ചാർത്തിലൊരു മാത്ര എന്തേ ഒളിച്ചു. ഒരു മാത്ര കൊണ്ട് വിഭിന്നമാം ഭാവങ്ങളിവനെന്തിനായി അഭിനയിച്ചു. ഒരു പീലി ഒരു കടും തുടിയുമേന്തി പോകും ഇവനെ ഞാൻ എന്നെ കൊതിച്ചു. ഒരു പീലി ഒരു കടും തുടിയുമേന്തി പോകും ഇവനെ ഞാൻ എന്നെ കൊതിച്ചു. തരുണനാമൊരു കാറ്റുമുല്ലക്കുടിൽ ചാത്തിലൊരു മാത്ര എന്തേ ഒളിച്ചു. ലവ്ലി. ശരിക്കും എന്താണ്, ഒത്തിരി അധികം ആൾക്കാർക്ക് വേണ്ടി എന്താണ് പ്രവർത്തിക്കുകയും ഐ മീൻ മാത്രവുമല്ല ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അവരുടെ എല്ലാം വിഷമങ്ങൾ പേറി അവരെ കൗൺസിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ സാമൂഹിക പ്രവർത്തക എന്നതിലും ഒക്കെ ഉപരി ഒരു വലിയ റൊമാൻറ്റിക് കൂടിയാണ് മാഡം. ശരിക്കും മാഡത്തിനെ പരിചയപ്പെടാനും മാഡത്തിനോട് ഇത്രയും നേരം സംസാരിക്കുവാനും അഭയ ഗ്രാമം കാണാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് മാഡം. So thank you so much. Thank you. Thank you for GMTV viewers also, and thank you Anushree. Thank you.